കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയ എടുത്തു നോക്കുമ്പോൾ അത് അവിടുന്ന് പറയുകയാണ്, കോയ കാളിങ് എന്ന് പറയുന്ന ഹാരിഫ് ഹുസൈൻ നടത്തുന്ന ഒരു പരിപാടിയുണ്ട് അവന്റെ യൂട്യൂബ് ചാനലില്. എന്നിട്ടോ അവന് ഓരോന്നും പറഞ്ഞ് ഓരോരുത്തരെയും അതിലേക്ക് ഇങ്ങനെ വിളിപ്പിക്കും. എന്നിട്ടോ ചില കുട്ടികളായിരുന്ന ചെറുപ്പക്കാരായ മക്കളാണ് പലപ്പോഴും അവന്റെ ആ കോയ കോളിങ്ങിലേക്ക് വിളിക്കുന്നത് കണ്ടിട്ടുള്ളത്. അതിലേക്ക് ആ മക്കള് വിളിച്ചാൽ അവന്റെ ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് പറയാൻ ഒരു അവസരവും കൊടുക്കൂല. ഓൻ അതിൽ നിന്നിങ്ങനെ പല രൂപത്തിൽ അവനിങ്ങനെ പലതും ചോദിക്കും. പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് അവന് പ്രചരിപ്പിക്കും. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ അവന്റെ റീച്ച് കൂട്ടാനും അവനാണ് ശരിയെന്ന് വെക്കാനും അവൻ യൂട്യൂബിലൂടെ പല സംഭവങ്ങൾ ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ വർഷം അതിലേക്ക് ഒരു ഉസ്താദ് വിളിച്ചിരുന്നു. ആ ഉസ്താദിന്റെ ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവുകയാണ്, പടച്ചോനെ ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്. എന്നിട്ട് അയാൾ മൗലിയാർ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിന്റെ തംബ്ലൈനൊക്കെ കട്ടിങ് ഒക്കെ എടുത്തിട്ട് അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരിക്കുകയാണ് ഹാരിഫ് ഹുസൈൻ. നമുക്കും കാണുമ്പോൾ പലതും അയാൾ ഹാരിഫ് ഹുസൈൻ അങ്ങോട്ട് പറയുമ്പോൾ നമുക്കും തോന്നുന്നു അയാൾ ആ ഉസ്താദ് മിണ്ടാതിരുന്നപ്പോ ഞാനും തോന്നിപ്പോയിട്ടുണ്ട്, അയാൾ എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, എന്താണ് അയാൾ ഇങ്ങനൊക്കെ നിൽക്കുന്നത്, ഇയാളും ഹാരിഫിന്റെ ആള് ആയിപ്പോയോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് വെച്ചിട്ട് ഒരു പരിപാടിയിൽ ഇവരുടെ ഒരു നിരീശ്വരവാദികൾ ഹാരിഫ് ഹുസൈൻ ഒരു പ്രോഗ്രാം കോഴിക്കോട് വെച്ചിരുന്നു. വിരലിൽ എണ്ണാൻ കഴിയുന്ന ആളുകൾ മാത്രമേ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് ആളുകൾ മാത്രം കൂടിയിട്ട് ആ ചങ്ങാതിന്റെ ഒരു പരിപാടിന്റെ പ്രിയമുള്ളവരെ കോഴിക്കോട് വെച്ച് നടക്കുകയുണ്ടായി. ആ പരിപാടിയിൽ ഈ ഉസ്താദ് വന്നിട്ട് ഉദ്ഘാടനത്തിന് ഹാരിഫ് ഹുസൈൻ ഉസ്താദിനെ ക്ഷണിച്ചിരുന്നു. ആ ഉസ്താദ് ഹാരിഫ് ഹുസൈന്റെ മുമ്പില് പല സംഭവങ്ങളും അവിടെ നിന്ന് പറയാണ്. ആ ഉസ്താദ് പറയാണ്, ഹാരിഫ് എന്നെ ഒന്നും പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് സമ്മതിക്കുന്നില്ല, എല്ലാം ഹാരിഫ് ഹുസൈൻ ഇങ്ങനെ പറയായിരുന്നല്ലോ, ഹാരിഫ് ഹുസൈൻ അപ്പുറത്തിരുത്തിയിട്ടാ പറയുന്നത്. എന്നിട്ട് മാത്രല്ല, അയാൾ തുറന്നടിച്ചുകൊണ്ട് പലതും പറഞ്ഞു. അയാൾ പറയുന്നുണ്ട്, മാതാവിനെ അവിടെ നിന്ന് സ്വന്തം ഹാരിഫ് ഹുസൈന്റെ മാതാവ് മരണപ്പെട്ട സമയത്ത് ഹാരിഫ് ഹുസൈൻ ഉമ്മാനെ ഖബറടക്കുന്നതിന്റെ മുമ്പ് ഉമ്മാനെ ഒന്ന് കാണാൻ പോലും മനസ്സ് വെക്കാതെ ഹാരിഫ് ഹുസൈൻ അവിടെ നിന്ന് തന്റെ FB-യിൽ കുറിച്ച പോസ്റ്റ് എന്തെന്നറിയോ, എന്റെ ഉമ്മ ഹൂവറന്മാരെ കാണാൻ പോയി. എന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം പെറ്റ ഉമ്മാനെ പറയുന്നത്. അപ്പൊ ആ മനുഷ്യന്റെ ഈമാനും ആ മനുഷ്യന്റെ ഖൽബിന്റെ കരിമ്പടം പോലെ കിടക്കുന്ന പാറക്കെട്ടുകളെ പോലെ കിടക്കുന്ന കറുകറുത്ത പാറക്കെട്ടുകളെ പോലെ കിടക്കുന്ന ഖൽബൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങള്. മാത്രമല്ല, ഉസ്താദിന്റെ വാക്ക് എത്രയോ മാന്യമായിട്ടാണ് ആ ഉസ്താദ് സംസാരിച്ചിരുന്നത്. ഹാരിഫ് ഹുസൈനെ വളരെ ബഹുമാനത്തോടു കൂടെ സംസാരിച്ചിരുന്നു. അവിടുന്ന് ബഹുമാനത്തോടെ സംസാരിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ മറുപടി കൊടുത്തു ഹാരിഫ് ഹുസൈനിന്. അവിടെ നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ആ ഹാരിഫ് ഹുസൈന്റെ വാക്ക് എങ്ങനെയായിരുന്നറിയോ, പരിശുദ്ധമായ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് പേപ്പട്ടി മതമെന്നാണ്. അങ്ങനെ പറഞ്ഞ ഹാരിഫ് ഹുസൈനോട് മാന്യമായിട്ട് അവിടുന്ന് സംസാരിച്ചു തുടങ്ങി എന്റെ പ്രിയമുള്ളവരെ. എന്നിട്ട് ആ ഉസ്താദിന്റെ വീഡിയോ വരെ ആ മനുഷ്യൻ ഇങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ ആ വീഡിയോ വരെ ഹാരിഫ് ഹുസൈന്റെ ആളുകൾ പുറത്തുവിട്ടിട്ടില്ല. അത് പുറത്തുവിടാൻ അവർക്ക് പേടിയായി. എന്നിട്ട് പിന്നീട് ആ വീഡിയോസ് എങ്ങനെയോ പുറത്തു വന്നപ്പോൾ ബഹുമാനപ്പെട്ട ആ ഉസ്താദ് അതിന്റെ അടിയിൽ ഒരു കമന്റ് എഴുതിയിട്ടുണ്ട്, ഈ വീഡിയോ പുറത്തുവിട്ടതിന് വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. കാരണം എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാനായിട്ടുണ്ട്. ആ വിളിക്കപ്പെട്ട ഉസ്താദിനെ ഹാരിഫ് ഹുസൈനിന്റെ ആളാക്കി ചിത്രീകരിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ആ ഉസ്താദിനെ അവിടുന്ന് ചിത്രീകരിച്ചിട്ട് അവിടുന്ന് മാറ്റിയിരിക്കായിരുന്നു ഹാരിഫ് ഹുസൈനും തന്റെ സംഘവും. എന്നിട്ടോ അവിടുന്ന് തക്കതായിട്ടുള്ള മറുപടികളാണ് കഴിഞ്ഞ ദിവസം ഹാരിഫ് ഹുസൈനെ സ്വന്തം സ്റ്റേജിലിരുത്തിക്കൊണ്ട് ആ ഉസ്താദ് അവിടുന്ന് കൊടുത്തത്. കോഴിക്കോട് വെച്ച ആ ഒരു സമ്മേളനത്തിൽ, ആ ഒരു പൊതുപരിപാടിയിൽ വെച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ എത്രത്തോളം ഇസ്ലാമിനെ അവഹേളിക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്ന് ഹാരിഫ് ഹുസൈൻ. നോക്കൂ നിങ്ങൾ, മറ്റു മതങ്ങളുണ്ടല്ലോ,
ആ മതങ്ങളെയല്ല അവൻ ഇന്ന് പേടിക്കുന്നത്, ഇസ്ലാമിന്റെ ആശയത്തെയും ഇസ്ലാമിന്റെ ആദർശത്തെയും ഇന്ന് പേടിക്കുകയാണ്. ആ ഇസ്ലാമിനെ മാത്രമാവും കളിയാക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്. ഇബ്ലീസിന് ഏറ്റവും പേടി ഇസ്ലാമിനെയാണല്ലോ. എന്നാൽ ഇന്ന് ഹാരിഫ് ഹുസൈനും പേടിക്കുന്നത് ഇസ്ലാമിനെയാണ്. എന്തേ ഇബ്ലീസ് പേടിച്ചത് ഇസ്ലാമിനെ? അത് സത്യമുള്ളത് കൊണ്ടാണ്. അത് ഉണ്ടാക്കിയത് അതിന്റെ നിർമ്മാതാവ് പടച്ച തമ്പുരാനാണ്. അത് പ്രചരിപ്പിച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള 1,00,000-ൽ പരം വരുന്ന അല്ലാഹുവിന്റെ അമ്പിയാക്കളാണ്, പ്രവാചകന്മാരാണ്. അതിനെ സംരക്ഷിക്കാൻ അല്ലാഹു പ്രത്യേക മലക്കുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എല്ലാമാണ്. സത്യം പടച്ച റബ്ബിന്റെ അടുത്താണല്ലോ. അതുകൊണ്ട് ഇബ്ലീസിന് അല്ലാഹുവിന്റെ ദീനിനെ പേടിയാണ്, അല്ലാഹുവിനെ പേടിയാണ്, അല്ലാഹുവിന്റെ അമ്പിയാക്കളെ പേടിയാണ്. എന്നതുപോലെ തന്നെയാണ് ഇന്ന് ഹാരിഫ് ഹുസൈനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനിക്കൊന്ന് പേടിയാണ്, ഓനിക്കൊന്ന് പേടിയാണ്. ആരെ പേടിയാണ്? പരിശുദ്ധ ഇസ്ലാമിനെ പേടിയാണ്. നോക്കൂ, വേറൊരു മതത്തെ കുറിച്ച് ഓൻ പറയണില്ലല്ലോ. ഓൻ അള്ളാന്റെ ദീനിനെ മാത്രമാ പറയുന്നത്. ഇബ്ലീസും അങ്ങനെ തന്നെ. ഇബ്ലീസിനും പേടിയാണ്, ഇബ്ലീസിനും ദീനിനെ പേടിയാണ് എന്ന സ്വഭാവക്കാരനാണ് അവന്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈമാന് വേണ്ടി അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യണം. ഖൽബിനകത്ത് ഈമാൻ വേണം, ഈമാൻ വേണം. ഈമാൻ നഷ്ടപ്പെടരുത്. ആ ഈമാൻ നിലനിൽക്കാൻ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് നമ്മൾ തഖ്വയോടുകൂടെ നമ്മുടെ കാര്യങ്ങളെല്ലാം അല്ലാഹുവിനോട് ചോദിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ,